ഈ ഡിവൈസ് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇത് അറിയാവുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ, അറിയില്ലാത്തവർ ഈ വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ അറിയില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ. കാര്യം ഇത് നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും യൂസ് വരും. ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ട്രാൻസ്മിഷൻ മീറ്റർ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് നമ്മൾ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ അതിലൂടെ എത്ര വിസിബിൾ ലൈറ്റ്, എത്ര യു വി റിജക്ഷൻ, എത്ര ഇൻഫ്രാറെഡ് റിജക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് വന്നത് നമ്മുടെ ഈ ഒരു സൺഫിലിം ഒട്ടിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്, നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് സൺഫിലിമിലൂടെ എത്രത്തോളം വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റിന്റെ റേഡിയേഷൻ എത്രത്തോളം റിജക്റ്റ് ചെയ്യും, പിന്നെ ഇൻഫ്രാറെഡ് എത്രത്തോളം റിജക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിഷൻ മീറ്റർ ആണ്. ഇതിന് പൊളിച്ച സൺഫിലിമിന്റെ ഇൻഫ്രാറെഡും യു വി റിജക്ഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് പൊളിച്ച സൺഫിലിം. ഇത് ജസ്റ്റ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് വെച്ചാൽ ഒന്ന് അടുത്തിട്ട് നോക്കി കണ്ടോ, ഇതിൽ കാണിക്കും എത്ര വിസിബിൾ ലൈറ്റ് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, എത്ര ഇൻഫ്രാറെഡ് റിജക്റ്റ് ചെയ്യും, എത്ര യു വി ലൈറ്റ് റിജക്റ്റ് ചെയ്യും. കണ്ട ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫ്രാറെഡ് 10 എന്തേ ഉള്ളൂ, യു വി 89ഉം പിന്നെ വിസിബിൾ 40 to 50 റേഞ്ചിലായിരിക്കും കാണിക്കണേ. സൺഫിലിം നമുക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻ റിജക്ഷൻ 90% എബവും, യു വി 100% ഉള്ള സൺഫിലിമും വിസിബിലിറ്റി 40 to 50, 60 ആ റേഞ്ചിൽ തന്നെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഒട്ടിക്കാൻ പോണേ. ഞാൻ ഓട്ടോ ടോറസിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ.